ഹലോ ഗൈസ്, ഇതിനു മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് പോയോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വർക്ക് വിസ. എൻ്റെ അറിവിൽ 2 വാലിഡിറ്റിയിലാണ് വർക്ക് വിസ ഉള്ളത്, 3 മന്ത്സും 1 ഇയറും. ഇതെന്നെ സംഭവം എന്ന് വെച്ചാൽ സൗദി നാഷണൽസ് ആയിട്ടുള്ളവർക്ക് അവരുടെ അണ്ടറിൽ 4 പേരെ വേറെ രാജ്യങ്ങളിൽ നിന്ന് സ്പോൺസർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കഫീൽ അവരായിരിക്കും. അവർക്ക് നമ്മൾ ഇത്രയും നാളത്തേക്ക് ഇവിടെ നിൽക്കണതിൻ്റെ ഒരു എമൗണ്ട് കൊടുത്താണ് വിസയും ഇക്കാമയും എടുക്കുന്നത്. ഫ്രീ വിസ എന്നാണ് കോമൺലി എന്ന് പറയുന്ന പേര്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഓൺ വിസ തന്നെ ആയതുകൊണ്ട് നമുക്ക് സൗദിയിൽ വന്നിട്ട് എന്ത് ജോബും നോക്കാം, എന്ത് ജോബും ചെയ്യാം. പക്ഷേ ഈ വിസയുടെ വാലിഡിറ്റി കഴിയുമ്പോൾ ആ വിസ പുതുക്കണമെങ്കിൽ നമ്മുടെ കഫീലിന് പിന്നെ എമൗണ്ട് കൊടുക്കണം. അപ്പോൾ സേഫ് ആയിട്ടുള്ള കളി എന്നാന്ന് വെച്ചാൽ ഈ വർക്ക് വിസ എടുത്ത് സൗദിയിൽ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി എവിടെയെങ്കിലും ജോലിക്ക് കയറി എന്താണെങ്കിലും 3 മന്ത്സ് പ്രൊഫഷൻ പീരീഡ് ആയിരിക്കും. എന്നിട്ട് ജോബ് ഓക്കെ ആണെങ്കിൽ വിസ ട്രാൻസ്ഫർ കൊടുക്കാം. ഈ പ്രൊഫഷൻ ടൈമിൽ നിങ്ങൾക്ക് വേറെ ജോബ് വല്ല സെറ്റ് ആവുകയാണെങ്കിൽ അങ്ങോട്ട് ചാടാം, നോ പ്രോബ്ലം. പക്ഷേ കമ്പനി തനാസിൽ എടുത്തു കഴിഞ്ഞാൽ അവർ കിവ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇടുന്ന കോൺട്രാക്റ്റ് നമ്മളും നമ്മുടെ കഫീലും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കമ്പനിയുടെ അണ്ടറിലായി. പിന്നെ വേറെ ജോബ് കിട്ടി മാറണമെങ്കിലും എന്നാ ചെയ്യണമെങ്കിലും ആ കമ്പനിയുടെ അറിവോട് വേണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു. 3 മാസത്തെ വർക്ക് വിസ നിങ്ങൾ എടുത്തു വന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ കിട്ടി അതിന് പോയി സെലക്റ്റായി 2 അല്ലെങ്കിൽ 3 മാസം പ്രൊഫഷനിൽ നിന്ന് കമ്പനി നിൻ്റെ വിസ എടുക്കാൻ റെഡി ആവണം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഈ 3 മാസം കൊണ്ട് ഇതെല്ലാം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരെ തിരിച്ച് 1 ഇയർ ഇക്കാമെയുള്ള വിസ എടുത്തു വന്നെങ്കിൽ നല്ല ജോലി അന്വേഷിക്കാനും ആദ്യം കിട്ടുന്ന ജോബ് ഓക്കെ അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ നോക്കി മാറാനൊക്കെയുള്ള ടൈമുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ പറയണ പോലെ വാലിഡിറ്റിക്കുള്ളിൽ കംഫർട്ടായിട്ടുള്ള ഒരു കമ്പനി കണ്ടുപിടിച്ച് അവിടെ തനാസിൽ കൊടുത്താൽ മതി. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പനി നോക്കിക്കോളും. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവായിട്ട് ഒരാൾ പറഞ്ഞായിരുന്നു ഞാൻ എപ്പോഴും ഡീമോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യണേ. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളാരും സൗദിക്ക് കയറി വരണ്ട, നിങ്ങൾക്ക് ആർക്കും ജോബ് കിട്ടില്ല എന്നൊന്നും. ഞാൻ അപ്പോഴും ഇപ്പോഴും പറയണത് ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട് ഇവിടെ. അതുകൊണ്ടാണല്ലോ ലിങ്ക്ഡിൻ പോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നോക്കുമ്പോൾ ഹയറിംഗ് പോസ്റ്റുകൾ കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊന്നും ആർക്കും റെസ്പോൺസ് കിട്ടുന്നില്ല, എനിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ വേറെ എന്തൊക്കെ രീതികളിൽ ട്രൈ ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനിവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഇവിടുത്തെ നിലവിലത്തെ സിറ്റുവേഷനൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വിസിറ്റ് വിസ എടുത്ത് വരാൻ ഉദ്ദേശിക്കുന്നവർക്കും വർക്ക് വിസ എടുത്ത് വരാനിരിക്കുന്നവർക്കും ഒക്കെ ഒന്നും മനസ്സിലാക്കാണ്ട് കയറി വന്ന് പെട്ടുപോയ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യവും മനസ്സിലാകാണ്ട് ഒരു മുൻപരിചയം ഇല്ലാത്ത രാജ്യത്തിലേക്ക് കയറി പോകുന്നതിൽ നല്ലതല്ല എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് പോകണത്. ഇതിനർത്ഥം ഞാൻ എല്ലാം തികഞ്ഞൊരു പരിജ്ഞാനിയാണെന്നല്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമേ ഞാൻ വേറെ ഒരാളോട് സംസാരിക്കാറുള്ളൂ. എനിവേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ബൈ.